ഇനി നേരെ തിരിച്ച് ഒരു തിന്മക്കാണ് തുടക്കം കുറിച്ചതെങ്കിലോ അതും ഇതേപോലെ ആസാറും അള്ളാഹു രേഖപ്പെടുത്തും. നമ്മളിപ്പോൾ പറഞ്ഞ നന്മകളല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? തിന്മകളാണ്. നമ്മുടെ കുടുംബത്തിൽ ഇതിലില്ലാത്തൊരു പുതിയ ശീലം ഒരാൾ കൊണ്ടുവന്നു, ഹറാമായൊരു രീതി. ആ രീതി തിരുത്താനോ മാറ്റാനോ അവൻ ഉദ്ദേശിച്ചില്ല, അങ്ങനെ തുടർന്നു പോയി. അതിൻ്റെ എല്ലാ കുറ്റം കിട്ടും? ആ തുടക്കം വെച്ചോ കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബത്തെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു അനാചാരം കടന്നു വന്നു, നമ്മളതിനെ എതിർത്തില്ല, കുഴപ്പമില്ല, ചെറിയ മക്കളല്ലേ, നമ്മളങ്ങനെ തുടങ്ങാം. ചെറിയ മക്കളല്ലേ, ഇപ്പോൾ പെണ്ണുങ്ങൾ വസ്ത്രധാരണം, ചെറിയ മക്കളല്ലേ, തോന്നുന്ന പോലെ ഇട്ടിട്ട് എല്ലാ ഫാഷൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. ആ പെണ്ണിൻ്റെ മനസ്സിൽ നിന്നും ലജ്ജയെ നമ്മൾ ഇല്ലാതാക്കി. ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ നിന്നും ലജ്ജയെ നമ്മൾ ഇല്ലാതാക്കി. ആ പെണ്ണിങ്ങനെ വളർന്നു വരികയാണ്. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞിടണം, അവരത്തെ ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് അനുസരിക്കൂല, പെണ്ണിനാവൂല. പെണ്ണിൻ്റെ ലജ്ജ ഇല്ലാതാക്കിയിരിക്കുന്നു. ആര്? ഉപ്പയാണ് ഇല്ലാതാക്കിയത്. ആ പെണ്ണ് ആ രീതിയിൽ ജീവിക്കും. ആ പെണ്ണിൻ്റെ മക്കളും അതേ രീതിയിൽ വളർന്നു വരും, അവരുടെ മക്കളും അതേ രീതിയിൽ വളർന്നു വരും. അങ്ങനെ ഔറത്ത് ശ്രദ്ധിക്കാത്ത, ദീൻ ശ്രദ്ധിക്കാത്ത ഒരു കുടുംബത്തെ ആര് ബാക്കിയാക്കി? ആ ഉപ്പ ബാക്കിയാക്കി. അവരുടെയൊക്കെ തിന്മാർക്ക് രേഖപ്പെടുത്തും, ആ ഉപ്പാക്കും രേഖപ്പെടുത്തും. അത് പ്രിയമുള്ളവരെ, ചെറിയ നിസ്സാര വിഷയമല്ല. തലമുറകളോളം ചെയ്തു വെച്ച പാപഭാരങ്ങൾ പേറേണ്ടി വരുന്ന ആൾ ആഖിറത്തിൽ അള്ളാഹിൻ്റെ കോടതിയിൽ. അള്ളാഹു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, ആ താറഹും, നിങ്ങൾ ബാക്കിയാക്കിയത് അള്ളാഹു രേഖപ്പെടുത്തും. അതുകൊണ്ട് തിന്മകളും അതേ രീതിയിലാണ്. ആർക്കെങ്കിലും ഒരു മോശമായ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോശമായ ഒരു രീതി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് വരുന്നവരൊക്കെ അത് ചെയ്യും. അതിൻ്റെയൊക്കെ പാപം ആര് വഹിക്കേണ്ടി വരും? ആദ്യം കാണിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫിൽ ഇസ്ലാമി ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരാൾ നല്ലൊരു രീതി ഒരാൾക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തു, ഒരു നല്ലതിന് തുടക്കം കുറിച്ചു, അവനക്ക് ആ തുടങ്ങിയതിൻ്റെ പ്രതിഫലമുണ്ട്. അവനിക്ക് ശേഷം അതാരൊക്കെ ചെയ്യുന്നു, ആരൊക്കെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നോ അവരുടെയൊക്കെ പ്രതിഫലം അവരുടേതൊട്ടും കുറയാതെ ഇവനും ലഭിക്കും. ഏതുവരെ? ഇലാ ഖിയാമിസ്സാ, ഖിയാമത്ത് നാൾ വരെ. നേരെ തിരിച്ച് ആരെങ്കിലും ഒരു മോശമായ വഴിയാണ് തുടക്കം കുറിച്ചതെങ്കിൽ, ദീനിലില്ലാത്തൊരു മാർഗ്ഗമാണ് തുടക്കം കുറിച്ച്, ഹറാമിൻ്റെ ഒരു മാർഗ്ഗമാണ് തുടക്കം കുറിച്ച് വെച്ചതെങ്കിൽ, അവനക്ക് അതിൻ്റെ തെറ്റുണ്ട്. അവനക്ക് ശേഷം ആരൊക്കെയാണോ അത് ചെയ്യുന്നത് അവരുടെ തെറ്റിലൊട്ടും കുറയാതെ ഇവനിക്കും അല്ലാഹു തെറ്റ് രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ ചെയ്ത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ നാളെ ആഖിറത്തിൽ പാപഭാരം വഹിക്കുമ്പോൾ തലമുറകളോളം ചെയ്തതിൻ്റെ പാരഭാരം നാം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ ഒരു കാര്യം ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക. നന്മകൾക്ക് തുടക്കം കുറിക്കുന്നവരാവുക, തിന്മകളെ ഇല്ലാതാക്കുന്നവരാവുക. ഒരിക്കലും തിന്മകൾക്ക് തുടക്കം കുറിക്കുന്നവരാകരുത്. അത് വലിയ വില നൽകേണ്ടി വരുന്ന ആഖിറത്തിൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തു വെച്ച അമലുകളും നാം രേഖപ്പെടുത്തും. വ ആസാറഹും, അവർ ബാക്കിയാക്കിയതും രേഖപ്പെടുത്തും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു നാം രേഖപ്പെടുത്തി വെച്ചു. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തി വെക്കും. ഒന്നും കുറയില്ല, ഒരു ചെറുതും കുറയില്ല, വലുതും കുറയില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാം രേഖപ്പെടുത്തും. അത് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും നന്മയുടെ വാഹകരാവുക, നന്മയിലേക്ക് ആളെ ക്ഷണിക്കുക, നന്മകൾ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും തിന്മയുടെ വാഹകരാകരുത്, തിന്മയിലേക്ക് ആളെ ക്ഷണിക്കുന്നവരാകരുത്, തിന്മ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നവരാകരുത്. അത് വളരെ ശ്രദ്ധിക്കണം ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ. നമ്മുടെ കുടുംബമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ കുടുംബത്തിൽ നല്ലൊരു കാര്യം തുടക്കം കുറിച്ചാൽ അത് ബാക്കിയാവും. ആ കുടുംബത്തിൽ മോശമായ ഒരു കാര്യത്തിന് നമ്മൾ തുടക്കം കുറിച്ചാൽ, പുതിയൊരു രീതിക്ക് തുടക്കം കുറിച്ചാൽ അത് ബാക്കിയാവും. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് ഈ ആയത്ത്.